ഹലോ ഗായ്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. അപ്പോൾ നമ്മൾ ചത്തിരിക്കുകയാണ്. നമ്മൾ ചത്തുപോയി. നമ്മൾ അയൺ ഫാമി AFK എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഡ്രൗണ്ട് വന്ന് കൊന്ന്. പക്ഷേ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കഥയൊക്കെ എടുത്ത് എങ്ങനെയോ കൊന്ന്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് എൻഡർ ഡ്രാഗനെ കൊല്ലാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണം. ഓക്കെ ഗൈസ്, നമുക്ക് എൻഡർ പേൾ സെറ്റ് ആക്കണം. അപ്പോൾ എൻഡർ പേൾ സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് മറ്റേ ക്ലെറിക്ക് വില്ലേജർ വേണം. അപ്പോൾ ആ വില്ലേജറിനെ നമുക്ക് ആദ്യം സെറ്റ് ആക്കാം. അതിന് മുമ്പ് ഞാൻ AFK നിന്ന കുറച്ച് അയണുണ്ട്. അപ്പോൾ ആ അയണ് വെച്ച് ട്രേഡ് ചെയ്ത് നമുക്ക് ഡയമണ്ട് ആർമർ ടൂൾസും ഒക്കെ ആവണമെന്നൂടെ. നമ്മളിവിടെ ഇങ്ങനെ നിന്നെയാണ് അപ്പോഴാണ്. പക്ഷേ എങ്ങനെയാണ് കൊന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എങ്ങനെയോ ഞാൻ വന്ന് നോക്കിയപ്പം ചത്ത് കിടക്കുന്നു, ഡ്രൗണ്ടാ കൊന്നതെന്ന് പറഞ്ഞ്. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് അയൺ എടുത്തിട്ട് നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എൻഡർ പേൾ സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് ഫോർട്രസിൽ പോയി ബ്ലേസ് റോഡ് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ഞാൻ AFK നിന്നായിരുന്നു. നമുക്ക് മൊത്തത്തിൽ ഇത്രയും അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ. ഞാൻ ട്രേഡിംഗ് ഹാളിൽ പോയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ വേറൊരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മളൊരു മോപ്പ് ഫാം സെറ്റാക്കുമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ആ മോപ്പ് ഫാം നിങ്ങളെ കാണിച്ചു തരാം. അത് നമ്മൾ കടലിൻ്റെ നടുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളതുകൊണ്ട് ആ ബോട്ടിലോട്ടാണ് അങ്ങനെ പോകേണ്ടത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതും ഒക്കെ ആ മുട്ട എടുത്തുറഞ്ഞപ്പോൾ അങ്ങനെ വന്നു. ഓക്കെ ഗൈസ്, അതുകൊണ്ട് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. മോപ്പ് ഫാം ഉണ്ടാക്കാൻ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എലിവേറ്റർ ഉണ്ടാക്കാനായിരുന്നു പാട്. ഞാൻ മുകളിൽ പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. എലിവേറ്റർ നല്ല പാടായിരുന്നു ഉണ്ടാക്കാൻ. ആ കെൽപ്പ് വെച്ചിട്ടാണ്. പിന്നെ കെൽപ്പ് വെച്ചപ്പോഴും നല്ല പാടായിരുന്നു. ആദ്യം അത് സോഴ്സ് ബ്ലോക്ക് ആയില്ല. പിന്നെ ഒത്തിരി തവണ ശ്വാസം മുട്ടി ചത്തായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ മോപ്പ് ഫാം ഉണ്ടാക്കി വെച്ചിരുന്നത്. കുഴപ്പമില്ലാതെ ആവുന്നുണ്ട്. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള XP ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇവിടുന്ന് എടുത്തങ്ങ് ചാടിയാൽ മതി. നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ട്രെയിനിങ് ഹാളിൽ പോട്ടെ. ഗൈസ്, നമ്മൾ അയൺ ഫാമിൽ നിന്ന് അത്ര അയണൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡയമണ്ട് ആർമറായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ടോട്ടലി ഡയമണ്ട് ആർമറൊന്നും ആയിട്ടില്ല. ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ആർമറാണെങ്കിൽ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസ് മാത്രമേ വിൽക്കുന്നുള്ളൂ. പക്ഷേ മറ്റ് ഹെൽമെറ്റും ബൂട്ട്സും ഇല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ജസ്റ്റ് ഡയമണ്ട് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഹെൽമെറ്റും ബൂട്ട്സും വേണ്ട. അത് വേണ്ട. ഇനി ഞാൻ നിങ്ങൾക്ക് ടൂൾസ് സെറ്റാക്കാം. ഓക്കെ, ടൂൾസ് സെറ്റാക്കണമെങ്കിൽ ഇവന്മാരൊന്ന് റീസ്റ്റോക്ക് ചെയ്യണം. റീസ്റ്റോക്ക് ചെയ്താലേ നമുക്ക് ബാക്കി എമറാൾഡൊക്കെ വാങ്ങിക്കാൻ പറ്റൂ. അതുവരെ നമുക്ക് മറ്റേ ക്ലർക്ക് വില്ലേജറിനെ സെറ്റാക്കാം. അത് നമുക്ക് ഇങ്ങോട്ടൊരു ടെമ്പററി ആയിട്ട് സെറ്റാക്കാം. പിന്നെ നമുക്ക് ബാക്കി ഇതേപോലെ ഡിസൈനൊക്കെ സെറ്റാക്കാം. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ എൻഡർ ഡ്രാഗനെ കൊല്ലണം. കേസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഷുഗർ കെയിൻ ഫാം നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് ആ വില്ലേജ് നമുക്ക് ആ ബ്രോയിങ് സ്റ്റാൻഡ് ഇനി എടുത്തുകൊണ്ട് വരാം. ഈ വില്ലേജിൽ ഒരു ബ്രോയിങ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൂൾസൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടേ. ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ അവിടെ നോക്കിയപ്പോൾ ബ്രോയിങ് സ്റ്റാൻഡ് ഉണ്ടെന്ന് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ നേരെ ഫോർട്രസിലോട്ട് വന്നിട്ടുണ്ട്. ഫോർട്രസിൽ നിന്ന് നമുക്ക് എന്തായാലും മാക്സിമം ബ്ലേസ് റോഡൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് എൻഡർ പേൾ സെറ്റാക്കാം. പിന്നെ നമ്മളൊരു സ്പിയറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് ഇവന്മാരെയൊക്കെ കുത്തിക്കൊല്ലാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഈ ഫോർട്രസ് കണ്ടുപിടിച്ചപ്പോൾ ചത്തപ്പോൾ ഐറ്റംസ് ഒക്കെ കണ്ട് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. അത് ഡീസ്പോൺ ആയിട്ടില്ല.
ഗൈസ് ഞാൻ ചത്തയൊക്കെ നിങ്ങൾ കണ്ടാണം. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചത്തു, പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ചത്തേ കാണിച്ചോളൂ. പിന്നെ നമുക്ക് ഐറ്റംസ് ഒക്കെ കിട്ടി. ഇപ്പോൾ 12 നമ്മുടെ ബ്ലേക്ക് ത്രോൺ ഉണ്ട്. ഇനി നമുക്ക് മറ്റേ ബ്രോയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ക്ലറിക്വിലൈന് സെറ്റാക്കിയിട്ട് എൻ്റർപാൾ സെറ്റാക്കാം. ഗൈസ് ഞാനങ്ങനെ ബ്രോയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വില്ലേജറിനെ ജോലി കൊടുക്കാം. ഓക്കെ, ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുക്കണം. എടുക്ക്. ഓക്കെ, അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വിൽക്കാം. നമുക്ക് എമറാൾഡ് പൈസ കൊടുത്ത് വാങ്ങിക്കാം. ഓക്കെ, എൻ്റർപാൾ വരെ കിട്ടിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് അവൻ്റെ നമുക്ക് ഇച്ചിരി ഗ്ലോ സ്റ്റോൺ കിട്ടി. നമ്മുടെ ബേസിനകത്ത് ഇച്ചിരി ലൈറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻ്റർപാളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എൻ്റർപാളൊക്കെ നമുക്കിനി വാങ്ങിക്കണം, ബാക്കി ഇത് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചുമ്മാ ഒന്ന് ഇതാക്കി നോക്കാം. പിന്നെ നമുക്ക് ഒന്ന് എറിഞ്ഞ് നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. ചുമ്മാ എറിഞ്ഞാണേ. പിന്നെ ഇത് ഇവിടെ വർക്കാവുമെന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ടേ. ഇല്ലല്ലേ, വർക്കാവത്തില്ലല്ലേ? ഓക്കെ, അത് വർക്കാവത്തില്ല. എനിക്ക് പണ്ട് തൊട്ടുള്ള ഡൗട്ടാണ് ഇതിന് എത്ര വർക്കാവുമെന്ന്. വർക്കായല്ലേ? ഓ ഇല്ല, ഈ ഷെൽഫിനകത്ത് ഇരുന്നേ. ഓക്കെ, അതിവിടെ വച്ചേക്കാം. ഇത് ഇവിടെ വച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്മൾ എൻഡർ ഡ്രാഗനെ കൊല്ലണം. അപ്പോൾ ആ എപ്പിസോഡായിരിക്കും നമ്മുടെ ഈ സീരീസിലെ ഫൈനൽ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ അതിലേക്കും ബൈ.